മുകുന്ദനും മഹിമയും തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. മഹിമ മുകുന്ദനെ പറ്റി നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? ആ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതിപ്പോ ഗിരിയേട്ടന് അറിയണ്ട. അതെ, ഞങ്ങള് ചേച്ചി അനിയത്തിയും തമ്മിലുള്ള സംസാര. പുറത്താരോടും പറയാൻ പറ്റില്ല. ഓ, അപ്പൊ ഞാൻ പുറത്തുള്ള ആള്. കേട്ടോ മോളെ, അച്ഛനമ്മയെ പുറത്താക്കി. ഞാൻ പറഞ്ഞില്ലേ, മോളാണെന്ന് ഉറപ്പിക്കണ്ട. അമ്മയ്ക്കിപ്പൊ അച്ഛനോട് പണ്ടത്തെ സ്നേഹമൊന്നും ഇല്ല. ആണോ? പിന്നല്ലാതെ. മുകുന്ദനെയും മഹിമയും കണ്ട കൊതി തോന്നും. അവർക്ക് പരസ്പരം എന്തൊരു സ്നേഹല്ലേ. നമ്മളെ കണ്ടില്ലേ, ഏതു സമയവും പരസ്പരം വഴക്കൂടി നടക്കുക. പണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കുറെ കൂടി പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്നില്ലേ? ഗിരിയേട്ടനോട് എനിക്കുള്ള സ്നേഹം കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. ഗിരിയേട്ടനോട് മിണ്ടാതെ നടക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഗിരിയേട്ടനേക്കാളും കൂടുതൽ വിഷമം എനിക്കുണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ഗിരിയേട്ടൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ തെറ്റുകൾ തിരുത്തുന്നതിനെക്കുറിച്ച് ഗിരിയേട്ടനൊന്ന് ചിന്തിക്കെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ അകൽച്ച കൂടുന്നത് മാത്രമേ വഴിയുള്ളൂ. ശരി ശരി, നീ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നിനക്ക് നിന്റേതായ ശരികളുണ്ട്, എനിക്ക് എന്റെ ശരികളും. നമ്മളിൽ ന്യായം ആരുടെ ഭാഗത്താണെന്ന് ദൈവം തീരുമാനിക്കട്ടെ. മുകുന്ദനും മഹിമയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് നമ്മുടെ ഭാഗ്യം. അതെന്താ? അവര് തമ്മിൽ വഴക്ക് കൂടിയ നീ മഹിമയുടെ ഭാഗത്തല്ലേ നിൽക്കൂ. എനിക്ക് മുകുന്ദന്റെ ഭാഗവും നിൽക്കേണ്ടി വരും. അവസാനം അവരുടെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കാവും. നമുക്ക് വഴക്കൂടാൻ നമ്മുടേതായ ഇഷ്ടം പോലെ കാരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ എന്താ നീ ആലോചിക്കുന്നേ? അവർക്കും ഈ അവസ്ഥ ഉണ്ടാവോ ആവോ? ഗിരിയേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ കാര്യവും പറഞ്ഞ അവര് തമ്മിൽ വഴക്ക് കൂടാറുണ്ടാവോ? ഉള്ളത് പറഞ്ഞ ഇവക്ക് ടെൻഷൻ കൂടുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അതെന്താ? മുകുന്ദൻ നല്ലൊരു കൂട്ടുകാരനല്ലേ, എന്നിട്ടും ഒന്നും പറയാറില്ലേ? അതുകൊണ്ടല്ല, അവര് പ്രേമിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് പരസ്പര ധാരണ കുറച്ച് കൂടുതലായിരിക്കും. മാത്രമല്ല, മുകുന്ദൻ നല്ല ശാന്ത പ്രകൃതമുള്ള ആളാ. അതുകൊണ്ട് മഹിമ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കുകൂടിയാണെങ്കിലും ആപം വിട്ടുകൊടുത്തോളും. ഇനി എങ്ങാനും എന്തെങ്കിലും വിഷയം കൈവിട്ട് പോവുകയാണെങ്കിലും അവിടെ ഗൗരി അമ്മയുണ്ടല്ലോ. അമ്മ ഇടപെട്ട് സിമ്പിളായിട്ട് പ്രശ്നം പരിഹരിച്ചോളും. അതെ, ഇന്നത്തേക്ക് ഇത്രയും ടെൻഷൻ മതി. ഇനി നമുക്ക് മനസമാധാനത്തോടെ ഭക്ഷണം കഴിക്കാം. വാ വാ. എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? എന്താടി, നീ പേടിച്ചു പോയോ? ഇപ്പോഴാണെങ്കിലും ഞാൻ ബ്രേക്ക് ചവിട്ടുന്നത് അല്പം ഒന്ന് വൈകിപ്പിച്ചിരുന്നെങ്കിൽ നീ വീടിന്റെ ചുമരിൽ പടമായി കയറിയനെ. വണ്ടിയും കൊണ്ടുവരുന്നത് നിന്നെ പേടിച്ചല്ലേ പറ്റൂ. ഒരു മനസാക്ഷി ഇല്ലാതെ ഒരു ചെറിയ കുട്ടിയെ വണ്ടി ഇടിച്ച് കൊന്നവളല്ലേ നീ. നീ ഇതും ഇതിനപ്പുറവും ചെയ്യും. എന്തായാലും എന്നെ കൊല്ലാതെ വിട്ടതിന് നിന്നോട് നന്ദി പറയാതെ പറ്റില്ലല്ലോ. ഹെടി, നിന്റെ പുച്ഛമൊക്കെ മാറും. നിന്റെ തനി സ്വഭാവം നിനക്ക് അറിയില്ല. അല്ലെങ്കിലേ നിന്റെ സ്വഭാവം വേറും തറയാ. അപ്പൊ ശരിക്കുള്ള നിന്റെ സ്വഭാവം തത്രയായിരിക്കുമല്ലോ. അല്ലെങ്കിലും സ്വഭാവത്തിന്റെ കാര്യത്തിൽ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. കുട്ടികളുടെ സ്വഭാവം അവരുടെ അച്ഛനും അമ്മയും വളർത്തുന്നതനുസരിച്ചാ ഉണ്ടാവുന്നത്. നീ കള്ളവാറ്റുകാരൻ ഗോപാലന്റെ മകളല്ലേ, ഉറപ്പായും വളർത്തുദോഷം ഉണ്ടാവും. നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്താ സംസാരിക്കുന്നേ. നീ ഇങ്ങനെയൊക്കെ ആയത് നിന്റെ തെറ്റല്ലെന്നും നിന്റെ അച്ഛൻ നിന്നെ മര്യാദയ്ക്ക് വളർത്താത്തത് കൊണ്ടാണെന്നോ ഞാൻ പറയുന്നേ.
ഇതുപോലെ തന്നെയല്ലേ നീ എന്റെ അച്ഛനെ അമ്പലത്തിൽ വെച്ച് അപമാനിച്ചത്? അയ്യോ, ഇതുപോലെയല്ല, ഇതിലും നന്നായി അപമാനിച്ചിരുന്നു. അവിടെ ഇതിലും കൂടുതൽ ആളുകളും ഉണ്ടായിരുന്നു. നിന്റെ അച്ഛന്റെ മോന്തി ഒന്ന് കാണണമായിരുന്നു. ശരിക്കും ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും വിളിക്കാത്ത കല്യാണത്തിന് അയാൾക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്റെ അച്ഛനെ അപമാനിച്ചിട്ട് നിനക്ക് ഈ നാട്ടില് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ അച്ഛൻ വിചാരിച്ചാ നിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? അറിയില്ല, പറ. നീ ആ കുഞ്ഞിനോട് ചെയ്തതുപോലെ വണ്ടി എടുപ്പിക്കോ? അതോ എന്റെ അച്ഛനെ ചെയ്ത പോലെ കൊന്നിട്ട് ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കോ? എന്റെ അച്ഛനെ കൊന്നത് ഗോപാലനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അയാൾ എന്റെ കല്യാണത്തിന് അതിഥിയായി വരാനുള്ള ധൈര്യം കാണിച്ചു. അതുകൊണ്ട് തന്നെയാ അയാളെ ഞാൻ അപമാനിച്ചു വിട്ടത്. അനാവശ്യം വിളിച്ചു പറയരുത്. എന്റെ അച്ഛൻ ആരെയും കൊന്നിട്ടില്ല. നീയും നിന്റെ അച്ഛനും എത്ര കാലം ഈ സത്യം മറച്ചു വെക്കുമെന്ന് നമുക്ക് കാണാം. എന്റെ ചേച്ചി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും കൃത്യമായ തെളിവുകൾ ഹാജരാക്കി നിന്റെ അച്ഛനെ ചേച്ചി ജയിലിൽ അടയ്ക്കും. ഇതുവരെ നീ കള്ളവാറ്റുകാരന്റെ മോളായിരുന്നു, ഇനി കൊലയാളിയുടെ മോളാകും.